അപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് കൃപാസന മാതാവിനെ വെറുപ്പായി. എനിക്ക് ഇവിടെ വരണവരോട് ഇഷ്ടമില്ല, ഇവർ പറയണ കാര്യങ്ങൾ എനിക്കിഷ്ടമില്ല. എനിക്കത് ആരെയും എനിക്ക് കൃപാസന മാതാവിൻ്റെ കാര്യം പറഞ്ഞ് വന്നവരെ എനിക്ക് ഉൾക്കൊള്ളാനേ സാധിക്കില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ആലപ്പുഴയിൽ ഈ കഴിഞ്ഞ ജൂണിൽ എൻ്റെ മോൾക്ക് കേരള സ്പോർട്സിൽ സെലക്ഷൻ കിട്ടി. അപ്പം ഞാൻ ഇതിൻ്റെ മുന്നിൽ കൂടി, ഈ പള്ളിയുടെ മുന്നിൽ കൂടി വരുമെങ്കിലും എൻ്റെ മുഖം പോലും ഞാൻ ഇങ്ങോട്ട് തിരിച്ച് നോക്കൂല ഞാൻ. കാരണം എനിക്കിഷ്ടമില്ലാത്ത സ്ഥലം ഇതുകൊണ്ട് ഞാൻ നേരെ അങ്ങോട്ട് പോകും. തിരിച്ചും അതേപോലെ തന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോരും. അങ്ങനെ ഇരിക്കണ സമയത്താണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മേഴ്സി എന്ന് പറഞ്ഞൊരു ചേച്ചി, പ്രായം വെച്ച് വളരെ ഏജുള്ളതാണ്. പക്ഷേ ആ ചേച്ചി വന്ന് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും എന്നോട് പറയും, ബിന്ദു 2 പെൺമക്കളുള്ള ഒരു വ്യക്തിയാണ്, നീ എന്തായാലും ഉടമ്പടി എടുക്കണമെന്ന് പറയും. അപ്പോൾ എന്നൊക്കെ ഫോൺ ചെയ്യണ അന്നെല്ലാം ഈ ചേച്ചി എന്നോട് ഇത് തന്നെയാണ് സംസാരിക്കണത്. അവസാനം എനിക്ക് ആ സ്നേഹത്തിൻ്റെ പുറത്ത് എനിക്കൊന്നും ആ ചേച്ചിയോട് മറുത്ത് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആദ്യമൊക്കെ സൈലൻ്റായിരുന്നു. പിന്നെ ഞാനൊരു ദിവസം ഭയങ്കര അങ്ങോട്ട് ദേഷ്യത്തോടെ പറഞ്ഞ്, മേഴ്സിച്ച് ഒരിക്കലും ഇതിനെക്കുറിച്ച് എന്നോട് സംസാരിക്കരുത്, ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യങ്ങൾ നടത്തി തരാത്തൊരു മാതാവാണ്, എനിക്കെൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടൊരു സ്ഥലമാണത്, എന്നെ അതുകൊണ്ട് അതിൽ ഉൾപ്പെടുത്തരുതെന്ന് പറഞ്ഞു.